ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന കൊണ്ടൊരു സ്നാക്കാണ്. ഇത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു സ്നാക്കായിട്ട് നമുക്കിതിനെ തയ്യാറാക്കാം. ഇതിനാവശ്യമുള്ള നമുക്ക് കുറച്ച് ചേനയാണ്. ചേന പൊട്ടറ്റോ ഫിംഗർ ചിപ്സൊക്കെ തയ്യാറാക്കാൻ കട്ട് ചെയ്യുന്ന സൈസിൽ കട്ട് ചെയ്ത് വെക്കണം. ഇതിവിടെ ഒരു 150 ഗ്രാം ചേനയുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചേന ആദ്യം തിളച്ച വെള്ളത്തിൽ, ഉപ്പിട്ട തിളച്ച വെള്ളത്തിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇട്ട് വെക്കണം. കുക്ക് ചെയ്യരുത്. തിളച്ച വെള്ളം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൽ 2 മിനിറ്റ് ഇട്ടിട്ട് നമുക്കിത് കോരിയെടുത്ത് കൊണ്ടുവരാം. തിളപ്പിച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത് ചേന ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ള മസാല, ഒരു ബജിയുടെ മാവ് പോലൊരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പ്, 1 നുള്ളു കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ഒറിഗാനോ. ഇതെല്ലാം കൂടെ ബജിയുടെ മാവ് പോലെ ഒരു മാവ് തയ്യാറാക്കി കൊണ്ടുവരാം. അപ്പം നമ്മൾ കോട്ടിങ്ങിനുള്ള മാവ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചേന വറുത്ത് വരാം. ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചേന ആദ്യം മാവിലേക്ക് മുക്കണം. മാവിലേക്ക് മുക്കിയിട്ട് മൈദപ്പൊടിയിൽ വീണ്ടും കോട്ട് ചെയ്യണം. എണ്ണയിലേക്കിടാം. പിന്നെ നമുക്ക് ഓരോ കഷ്ണങ്ങൾ മാവിലും മൈദയിലും മുക്കി എണ്ണയിലേക്കിടാം. നമ്മുടെ ചേന ക്രിസ്പി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകും. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാൻ ഒരു നല്ല ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.